ഷെഫ് പിള്ളയുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ നിർവാണ. അത് നമുക്ക് ചിക്കൻ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ. ഫിഷ് നിർവാണ പോലെ തന്നെ അതിനേക്കാൾ ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ നിർവാണ. കുറഞ്ഞ മസാലകളും അതുപോലെ ഒരു പ്രത്യേക രീതിയിൽ വേവിച്ചെടുക്കുന്ന ഈ ഒരു ഐറ്റം പൊറോട്ടൻ്റെയും ചപ്പാത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നമ്മളിത് വാഴയിലയിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ആ നാടൻ വാഴയിലയുടെ തനതായ രുചിയിൽ നല്ല ശുദ്ധമായ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം അതാ ഞാനിവിടെ ഒരു ചട്ടിയിൽ ഇതുപോലൊരു വാഴൻ്റെ തൂമ്പല വെട്ടിയിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വാഴയില വെച്ചതിലേക്ക് ചിക്കന് കഴുകി വൃത്തിയാക്കിയത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 750 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസാക്കി എടുത്താൽ മതി. എല്ലുള്ളതോ എല്ലില്ലാത്തതോ ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതിയിട്ട് ഈ ഒരു നിർവാണ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ചിക്കന് മുഴുവനായിട്ട് നമ്മൾ ആ ഇലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10-15 ചെറിയുള്ളി ഇതുപോലെ ചതച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം സൈസിലുള്ള 2 സവോള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൊത്തി അരിഞ്ഞ സവോളയാണ് ചെറുതാക്കി. ഇനി പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ആണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. വളരെ ലൈറ്റ് ആയിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതാ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇതിലിട്ട ചിക്കൻ്റെയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തല്ലോ, അതിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വെള്ളത്തിൽ വേണം ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ രുചി വേറെ ലെവലാണ് കേട്ടോ. ഒരു വട്ടെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടി മുകളിലേക്ക് വിതറിയിട്ട് ഒരു വാഴയിലയുടെ കഷ്ണം വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് ഒന്ന് അവിടെ വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി നമ്മൾ ഇതിലിട്ട ഉള്ളിയും ഇതൊന്നും കാണാതെ നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞിറങ്ങും വെന്ത് വരുന്ന സമയത്ത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് ഒക്കെ വരാനുണ്ട് നമ്മളെ ചാനലിൽ. അതൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദാ നമ്മുടെ ചിക്കൻ നിർവാണ ഏകദേശം വെന്ത് വരാനായിട്ടുണ്ട് കേട്ടോ. 2-3 തവണ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അവിടെ വെച്ചാൽ മതി. അതിൽ നിന്ന് ഇറങ്ങുന്ന ആ വെള്ളം മതിയിട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലല്ലോ. പക്ഷെ കണ്ടോ ഇപ്പം നല്ല വെള്ളം അതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്താണ് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓവർ മസാലയൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ ആ തേങ്ങാപ്പാലിൻ്റെയും അതുപോലെ ആ വാഴയിലയുടെയും ഒക്കെ ഫ്ലേവർ പ്രത്യേകതയിൽ വന്ന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ ഈ ഒരു നിർവാണക്ക് വരിക. അപ്പം ആ ചിക്കനൊക്കെ ഞാൻ എടുത്ത് നോക്കിയ സമയത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന കട്ടി തേങ്ങാപ്പാലിൽ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അധിക സമയം തിളച്ച് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ 2-3 വട്ടം തുറന്ന് ഇളക്കുന്ന സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഉണ്ടോ എന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓവറായിട്ട് എരിവുള്ള ഒരു കറിയല്ല അത്, ആവശ്യത്തിനുള്ള എരിവ് മതി. അപ്പൊ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ നിർവാണം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ പേരായി ഉണ്ടാക്കിയത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.